സ്ത്രീ സുരക്ഷാ പെൻഷന്റെ 1000 രൂപ ഏപ്രിൽ മാസത്തെ വിതരണം ഈ ആഴ്ചയാണ് നടക്കുക. 25-ാം തീയതിയോടെ ആയിരിക്കും വിതരണ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുക. 18 ലക്ഷത്തോളം ഗുണഭോക്താക്കൾ അപേക്ഷകൾ സമർപ്പിച്ചിരുന്നു. ഇതിൽ തന്നെ 81,000-ത്തോളം അപേക്ഷകൾ മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ കൊടുത്ത രേഖകളിലെ പിഴവ് കാരണമാവാം. അത് പരിഹരിച്ച് റീസബ്മിറ്റ് ചെയ്യേണ്ടതാണ്. എങ്കിൽ മാത്രമേ അപ്രൂവൽ ആവുകയുള്ളൂ. നിലവിൽ ലഭിക്കാൻ പോകുന്നത് 16 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്കാണ്. ജനുവരി മാസങ്ങളിൽ പദ്ധതിയുടെ അപേക്ഷകൾ എല്ലാം തന്നെ ആരംഭിച്ചിരുന്നു. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ് 2 ഗഡുക്കൾ വിതരണം ചെയ്തത്. ഫെബ്രുവരിയിൽ തുക ലഭിക്കാത്തവർക്ക് മാർച്ച് മാസത്തിൽ 2 ഗഡു ഒരുമിച്ച് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ തുക ലഭിക്കാതിരുന്ന എന്നാൽ അപ്രൂവൽ ആയവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഏപ്രിൽ മാസം മുതൽ ധനസഹായം ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, LPG ഷോർട്ടേജ് നമ്മുടെ സംസ്ഥാനത്ത് നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിലും 45 ദിവസത്തെ സമയക്രമീകരണം തന്നെ ആയിരിക്കും. PNG കണക്ഷൻ പോകുന്ന ഏരിയകളാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ ഗ്യാസ് കണക്ഷനിലേക്ക് മാറുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. കാരണം കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം PNG കണക്ഷൻ പോകുന്ന മേഖലകളിലേക്ക് മറ്റ് ഗാർഹിക പാചക വാതക സിലിണ്ടറുകളുടെ വിതരണം 3 മാസത്തിന് ശേഷം പൂർണ്ണമായിട്ടും അവിടെ നിന്ന് ഗ്യാസ് സിലിണ്ടറിന്റെ വിതരണം നിർത്തണം എന്നുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ PNG കണക്ഷൻ എടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ചുള്ള ചാർജാണ് പ്രതിമാസം അടയ്ക്കാനായിട്ട് വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കാലാവസ്ഥാ വ്യതിയാനം അതിരൂക്ഷമാവുകയാണ്. അതുകൊണ്ട് തന്നെ പകൽ സമയങ്ങളിൽ പ്രത്യേകിച്ച് 11 മണിക്ക് ശേഷമുള്ള വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയ്ക്ക് ധാരാളം വെള്ളം കുടിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, വിദ്യാർത്ഥികളുടെ വിവിധ സ്കോളർഷിപ്പ് പദ്ധതികളുടെ വിതരണം ആരംഭിക്കുന്ന സമയമാണ്. വിദ്യാർത്ഥികളുടെ അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ ചില അക്കൗണ്ടുകളൊക്കെ KYC പുതുക്കാത്തത് കൊണ്ട് ഡീആക്ടിവേഷൻ ആകാനായിട്ട് സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള അക്കൗണ്ടുകൾ ആക്റ്റീവായിട്ട് എടുക്കുന്നതിന് KYC രേഖകൾ നമ്മുടെ ആധാർ ഒറിജിനലും ആധാറിന്റെ കോപ്പിയും ഒക്കെ വെച്ച് KYC ഫോം ഫില്ല് ചെയ്ത് സമർപ്പിച്ച് അത് പുതുക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.